ഇളയമ എണീറ്റില്ലേ? കുളിക്കുന്നു. ദീപം അമ്പലത്തിൽ പോകുന്നില്ലേ? ഇനി കുളിക്കണം, ഡ്രസ് മാറ്റണം, നേരാവും. ഇതാ ചായ, അച്ഛന് കൊടുക്ക്. ഡാഡി ചായ. അവിടെ വെച്ചിട്ട് ഇന്നെങ്കിലും നേരത്തെ എഴുന്നേറ്റല്ലോ. ഇളയമ കാലത്ത് ഒരുങ്ങാൻ പറഞ്ഞത് അമ്പലത്തിൽ പോകാൻ. നല്ല കാര്യങ്ങൾക്ക് എന്നും എന്റെ മോള് ലേറ്റാണല്ലോ. ഓ ഡാഡി, ചേട്ടൻ വരുന്ന സന്തോഷത്തില ഞാനും. നിന്റെ ഇളയമ്മ ഇന്നലെ ഉറങ്ങിയിട്ടില്ല, എന്നെ ഉറക്കിയിട്ടില്ല. സുദേവൻ ക്ഷീണിച്ചു കാണും, നല്ല ആഹാരം വെക്കണം, വളരുന്ന കുട്ടിയാണ് എന്നൊക്കെയാ പരാതി. സ്പെഷ്യൽ പൂജയുണ്ടത്രേ ചേട്ടന് വേണ്ടി. അങ്ങനെയാ സ്നേഹമുള്ളവര്. പിന്നെ സുദേവന്റെ കൂടെ അവന്റെ കൂട്ടുകാരനും വരുന്നുണ്ട്. സിറ്റി പഠിക്കുന്ന പിള്ളേരാ, ഒരു കുറവും ഉണ്ടാവരുത്. ദീപേ, നീ ഇന്നും മടിച്ചു അല്ലേ? മടിച്ചതല്ലേ ഇളയമേ, എണീറ്റിട്ട് വീണ്ടും ഉറങ്ങിപ്പോയി. ഇപ്പൊ റെഡിയാകാം. വേണ്ട, നീ അടുക്കളയിലേക്ക് ചെല്ലേ. ഇന്നെന്താ സ്പെഷ്യൽ പൂജ? ഞാൻ നേർന്നതാ, സുധിമോൻ നന്നായി എക്സാം എഴുതി ആപത്തൊന്നും ഇല്ലാതെ എത്താൻ. ഇപ്പോഴത്തും അടിച്ചു പൊളിച്ച് നീ തന്നെ വേണം എല്ലാം ഒരുക്കാൻ, അല്ലെങ്കിൽ പരാതിയാവും. അത് ശരിയല്ല, ഇത് ശരിയല്ല. എനിക്കറിയാം അവന്റെ ഇഷ്ടം. പ്രാർത്ഥിക്കുമ്പോ എന്റെ കാര്യം കൂടെ പറയണം. ഇപ്പൊ മോന്റെ കാര്യം, അത് കഴിഞ്ഞിട്ട് മതി ബാക്കി. സുധി ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സാകണം. ശരി, പോയിട്ട് വാ. ഇങ്ങനത്തെ ഇളയമ്മയും മക്കളും. സുദേവൻ, തിരുവോണ നക്ഷത്രം. അറിയാം, ഓരോ മാസവും കൃത്യമായി ഈ പേരിൽ പൂജ നടക്കുന്നതല്ലേ? ദീർഘായുസിനും ഐശ്വര്യത്തിനും കൂടി പ്രാർത്ഥിക്കണം. ആവട്ടെ. സ്ലോയില് പോടാ. സ്പീഡ് എന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്. എനിക്ക് പേടിയാ. ഒന്നുകൂടി പറപ്പിക്കാൻ പോവാ, നീ പിടിച്ചിരുന്നോ? എത്ര നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ്. സുശീലന്റെ കവിത വരുന്നു. നിന്റെ നാട് മനോഹരമാണ്, സമ്മതിച്ചിരിക്കുന്നു. എന്താടാ വണ്ടിക്ക് സ്പീഡ് കുറഞ്ഞത്? അതാ വരുന്നു പ്രകൃതി ഭംഗികൾ, ആസ്വദിക്ക്. എവിടെ പോകുന്നു? ട്യൂഷനുണ്ട്. ഞങ്ങളെയും ചേർക്കുവോ? അവിടെ ആർക്കും ചേരാം. നല്ല റെസ്പോൺസ്. നിന്റെ നാട്ടുകാർ സ്നേഹമുള്ളവരാടാ. ആ മതി മതി, പിടിച്ചിരുന്നോ. വാ, ബൈ. ഓക്കെ, ബൈ. ശരിക്കും ഒരു കൊട്ടാരമാണല്ലോടാ. എന്നാലും നിന്റെ വീടിനോളം വരില്ല. ആ പഴയ പ്രതാപം വിളിച്ചു വന്ന മട്ടുപ്പാവും തറവാടും പച്ച പായൽ നിറഞ്ഞു നിൽക്കുന്ന ആമ്പൽക്കുളവും. ഓ, ആ പഴഞ്ചൻ വീടൊന്ന് പൊളിച്ചു മാറ്റി ഇതുപോലൊന്ന് തട്ടിക്കൂട്ടാൻ പറഞ്ഞാൽ അച്ഛൻ കേൾക്കില്ല. അച്ഛൻ അറിയാൻ നിന്നെ ഒക്കെ മുടിപ്പിക്കാനാ നിന്റെ ജന്മമെന്ന്. അച്ഛൻ അങ്ങനെ നിന്നോട് പറഞ്ഞോ? ഇല്ല ഇല്ല ഇല്ല. ആ ശരി, നീ വാ. ചേട്ടാ, ഡാഡി, ചേട്ടൻ വന്നു. എക്സാം ഒക്കെ എങ്ങനെയുണ്ട്? പൊട്ടുവോ? ഓടി, നിന്നെ പോലെ ഞാനെന്ന് കരുതിയോ? ഫസ്റ്റ് ക്ലാസ് മാർക്ക് ഉണ്ടാവും. ഓ സോറി, ഇത് സുശീൽ, സുശീൽ കുമാർ, ഇന്റിമേറ്റ് ഫ്രണ്ട്, നമ്പർ 1 പോയറ്റ്, മ്യൂസിക് മാനിയക്. ഓഹോ, എന്നെ പറ്റി എല്ലാം അറിയാല്ലേ? അറിയാം, പക്ഷേ ആ പൊട്ടൻ കവിതകളൊന്നും നന്നല്ല, ബോറാ. അത് കറക്റ്റ്. ആ, ഇതെന്റെ ഒരേ ഒരു അനുജത്തി, കുസൃതിക്കാരി, ഗ്രീറ്റിംഗ്സ് മാനിയക്കാരി. നിങ്ങൾ രണ്ടാളും ഇങ്ങനെ സ്കോർ ചെയ്താൽ ഞാൻ എന്ത് ചെയ്യും? എത്തിയല്ലേ മോനെ? യാത്രയൊക്കെ എങ്ങനെയുണ്ട്? ഫുൾ സ്പീഡിൽ ചെത്തി. ഈ വണ്ടിയിൽ യാത്ര ചെയ്യുന്നത് എനിക്ക് പേടിയാ. ആ അച്ഛാ, ഞാൻ പറയാറില്ലേ സുശീൽ കുമാർ. നമസ്കാരം. ഹലോ. ഇളയമ എവിടെ? കാലത്തെ അമ്പലത്തിൽ പോയി. നിനക്ക് വേണ്ടിയാ. അത് പിന്നെ എനിക്കറിയില്ലേ.
ഞാൻ കരുതി കൂട്ടുകാർ 4-5 പേര് കാണുന്നു. വെക്കേഷൻ അല്ലേ? എന്തിനാണെച്ചാ അധികം പേര്? ഒരു 50 ആളുടെ ഫലം ചെയ്യും ഇവൻ. മുടിഞ്ഞു തീറ്റയായിരിക്കും അല്ലേ? എന്നാലും നിന്റെ അത്രയും വരില്ല. സുശീൽ പോയി ഫ്രഷ് ആവ്. ഓ ദീപേ റൂം കാണിച്ചു കൊടുക്ക്. വരൂ. ഇരിക്കെ. നല്ല പയ്യൻ. സുശീലിന്റെ ഫാദർ എന്ത് ചെയ്യുന്നു? കൃഷിയാ, പൂത്ത പണക്കാരനാ, അച്ഛനെ പോലെ. എടാ, എനിക്ക് വയസ്സായാലും 3 തലമുറയ്ക്കുള്ളത് ഉണ്ടാക്കി വെച്ചിട്ടില്ലേ? അതാ ഒരു സമാധാനം. എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സക്സസ്. അല്ല ദീപയുടെ കാര്യം എന്താ? രക്ഷപ്പെടുവോ? അവള് മോശക്കാരിയൊന്നുമല്ല. റാങ്ക് പ്രതീക്ഷിക്കുന്നുണ്ടെന്നാ പ്രിൻസിപ്പൾ പറഞ്ഞത്. അത് പിന്നെ എന്റെ അനിയത്തിയല്ലേ. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ എന്താ നിന്റെ പരിപാടി? എസ്റ്റേറ്റ് കാര്യങ്ങളൊക്കെ ഇനി നീ നോക്കി നടത്തണം. ഏറ്റു. ഇനി അച്ഛന് ഫുൾ ടൈം റെസ്റ്റ്. അച്ഛന്റെ റെസ്റ്റ് അല്ലേ കാര്യം? എസ്റ്റേറ്റിന്റെ അടുത്ത് മാനേജർ. ആണുങ്ങൾ സംസാരിക്കുന്നിടത്ത് നിനക്ക് എന്താടി കാര്യം? ചെല്ല്, ടവല് കൊടുക്ക്. ഒരു കാര്യം തീർത്ത് ചെയ്യില്ല. ചെല്ല്. ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ അച്ഛാ. ശരി. സോറി, ഞാൻ കരുതി ടവൽ ബാത്റൂമിലുണ്ടെന്ന്. സാരമില്ല, ഇങ്ങിതാ. പുറത്തു വാ. തമാശ കാണിക്കില്ലേ? തലയിൽ വെള്ളം തണ നീരിറക്കം ഉണ്ടാവും. നല്ല ഒറ്റമൂലി അച്ഛനറിയാം. ഉടൻകൊല്ലിയാ. ഇങ്ങിതാ വയ്ക്കോ. എളമേ, ഇതാണ് ഞാൻ പറയാറുള്ള സുശീൽ. ഞാൻ ഇപ്പൊ വരാം.